എല്ലാവർക്കും നമസ്കാരം. ടാരോ ഡിവൈനിറ്റി ഹീലിംഗ് ക്ലിനിക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഗംഗ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒറക്കൽ കാർഡാണ് കേട്ടോ. അപ്പൊ ഒറക്കൽ കാർഡ് വന്നിരിക്കുന്നത് തണ്ടർ ബോൾട്ട്, പോസിബിലിറ്റീസ്, നോ തിങ്കിങ്, സ്ലോവിങ് ഡൗൺ, ഇങ്ങനെയാണ് കാർഡ് വന്നിരിക്കുന്നത്. അപ്പോ നിങ്ങളെന്ന വ്യക്തി, അതായത് എന്നെ കാണുന്ന നിങ്ങളെന്ന വ്യക്തി ഒട്ടേറെ സാധ്യതകൾ ചുറ്റുമുണ്ട്, പോസിബിലിറ്റീസ് ഉണ്ട്. പക്ഷേ നിങ്ങളുടെ തിങ്കിങ് നോ തിങ്കിങ് എന്നാണ് പറയുന്നത്. അതായത് ഒന്നും ചിന്തിക്കാതിരിക്കുക. ഈ ഒന്നും ചിന്തിക്കാതിരിക്കണവനും അധികമായിട്ട് ചിന്തിക്കുന്നവനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതാണ് സത്യം. കാരണം വേഗത കുറയും. നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ മുന്നോട്ട് പോകണത്, എന്തെങ്കിലും ലക്ഷ്യം നേടാനുണ്ടെങ്കിൽ ഇതിന്റെ എല്ലാം വേഗത കുറയും. ഒന്നും ചിന്തിച്ചിട്ടില്ലെങ്കിലും അധികമായിട്ട് ചിന്തിക്കുകയാണല്ലോ. അപ്പൊ തണ്ടർ ബോൾട്ട്, ഒരു ഇടിമുഴക്കം നിങ്ങളെ പിടികൂടിയിട്ടില്ല എന്നാണ് അർത്ഥം. കാരണം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ തന്നെ വ്യക്തിയുടെ ഉള്ളിൽ ഒരു ചലനം, ഒരു ആന്തരിക ചലനം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ആ പോസിബിലിറ്റീസിനെ എങ്ങനെയാണ് അത് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് ഒട്ടേറെ സാധ്യതകൾ ഉണ്ടായിട്ടും നിങ്ങൾ അതിനെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യണില്ല എന്ന് തന്നെയാണ് കാർഡ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നല്ല ജോലി സാധ്യതകൾ ഉണ്ടായിരിക്കാം, നിങ്ങൾ ബിസിനസ്സിൽ ഒരുപാട് കുറച്ചും കൂടി മുന്നേറാൻ സാധ്യതകൾ ഉണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ അതൊന്നും വേണ്ട വിധത്തിൽ നോ തിങ്കിങ് പറയേണ്ട കാർഡ്. അപ്പൊ യൂണിവേഴ്സ് പറയേണ്ടത് നിങ്ങൾ നോ തിങ്കിങ്ങിലാണ് ഇപ്പൊ ഇരിക്കുന്നത്, ബ്ലാങ്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ബ്ലാങ്ക് ആയാൽ നിങ്ങൾ എങ്ങനെയാണ് മുന്നോട്ട് പോവുക? നിങ്ങൾക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുപോലെ തന്നെ അധികമായിട്ടുള്ള ചിന്താഭാരം കൊണ്ടും മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പൊ നിങ്ങൾ പോകേണ്ടത് എന്താണ്? നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങൾക്ക് പോസിബിലിറ്റീസ്, നിങ്ങൾക്ക് എവിടെയാണ് സാധ്യതകൾ ഉണ്ടെങ്കിൽ ആ സാധ്യതകളെ നിങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒത്തിരി കൂടി സ്പീഡിൽ, ഇപ്പൊ ഈ ഒരു ആമയുടെ ഇടയിലാണ് നിങ്ങൾ കാണണ്ടോ സ്ലോവിങ് ഡൗൺ. അത് ഒരു ആമ ഇഴയണ പോലെയാണ് നിങ്ങൾ ഇഴഞ്ഞുകൊണ്ടിരിക്കുന്നത് ലൈഫിൽ. ഇത് മാറ്റി വെച്ചിട്ട് സ്വല്പം കൂടി ചീറ്റപ്പൂലിയെ പോലെ ഫാസ്റ്റിൽ അല്ലെങ്കിൽ പോലും കുറച്ചും കൂടി മുന്നോട്ട് പോവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയണത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് ഒരു സക്സസ് ലൈഫാണ് എന്നുണ്ടെങ്കിൽ കഴുകനെ പോലെ ഉയർന്നു പറക്കാൻ ശ്രമിക്കുക. കഴുകനെ പോലെ ഉയർന്നു പറക്കുമ്പോൾ നമ്മൾക്ക് കാണുന്ന കാഴ്ചകൾ വളരെ വ്യത്യസ്തമായിരിക്കും. കാരണം നമ്മൾ വേറൊരു ആംഗിളിൽ നിന്നാണ് നമ്മുടെ ജീവിതത്തിന്റെ മറ്റുള്ള എല്ലാ ഭാഗങ്ങളെയും വീക്ഷിക്കുന്നത്. കാരണം കഴുകൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടില്ല, ഏറ്റവും ഉയരത്തിൽ പറന്നിട്ടാണ് ഏറ്റവും താഴെ കിടക്കണ ഇരയെ വന്ന് പിടിക്കുന്നത്. അതേപോലെ നിങ്ങളെന്ന വ്യക്തിയും ഉയർന്നു പറക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് കാർഡ് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ വീഡിയോ കണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വാച്ച് ചെയ്യുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ഞാനിപ്പോ സ്വിച്ച് ബോർഡ് ഒന്നും പറഞ്ഞു തരാത്തത് നിങ്ങൾ ആരും അതിനെ കുറിച്ച് വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തിട്ടില്ല. അത് കാരണം കൊണ്ടാണ് ഇപ്പൊ സ്വിച്ച് ബോർഡ് ഒന്നും പറയാത്തത്. സ്വിച്ച് ബോർഡ് എല്ലാം പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ട് അതിന്റെ റിസൾട്ട് ഒക്കെ കിട്ടിയ വ്യക്തികൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. എന്നിട്ട് നമുക്ക് വീണ്ടും സ്വിച്ച് ബോർഡിലേക്ക് പോവാം. അപ്പൊ നന്ദി, നമസ്കാരം. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.